പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാൻ ഞാൻ തയ്യാറല്ല. എന്റെ മാധുരിയുടെ മകളാ നീ. അതായത് എന്റെ മകള്, എന്റെ രക്തം. ജയറാമൻ കൂടി മരിച്ചതോടെ നീ ഈ വീട്ടിൽ തികച്ചും അന്യയാ. നിനക്ക് ഈ വീട്ടിൽ ആരുമില്ല. ഇപ്പൊ പരസ്യമായി ഏൽക്കേണ്ടി വന്ന അവഗണന രഹസ്യമായി കടിച്ചിറക്കാനേ നിന്നെ കൊണ്ട് സാധിക്കൂ. ജയറാമൻ എന്നൊരു കണ്ണിയാ നിന്നെ നന്ദിനിയുമായി ചേർത്ത് നിർത്തിയിരുന്നത്. ജയറാമൻ ഇല്ലാതായതോടെ നന്ദിനിയും നിന്നെ പതുക്കെ അകറ്റും. അവളും നിന്നെ വെറുക്കും. ഈ രാജലക്ഷ്മി നിന്നെ ആട്ടി അകറ്റിയതുപോലെ നന്ദിനിയെ നിന്നെ ആട്ടി പുറത്താക്കും. നന്ദിനിക്ക് വിധേയത്വം രാജലക്ഷ്മിയോടാ. കാരണം രാജലക്ഷ്മി ദത്ത് നിർത്തിയ മകളാ നന്ദിനി. നിന്റെ അച്ഛനും അമ്മയും ഇല്ലാതായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നിനക്കിനിയുള്ളത് നിന്റെ ഈ വല്യമ്മ മാത്ര. നീ എന്റെ മകളാ. കാര്യം ഞാൻ ചെമ്പകമംഗലത്തുകാരുടെ ശത്രുവാ. ഞാൻ എന്തുകൊണ്ടാ ഇവരുടെ ശത്രുവായെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്നോടുള്ള എന്റെ സ്നേഹവാത്സല്യം. ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം ഒരു സമയത്ത് ഇവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല. സംഭവ ബഹുലമായ ആ കഥയൊക്കെ കഴിഞ്ഞു. ജയറാമനും യാത്ര പറഞ്ഞു പോയി. ഇനി ഇവരുടെ ആട്ടും തുപ്പും അടിയും തൊഴിയും ഏറ്റ് നീ ഇവിടെ നിൽക്കണ്ട. നിനക്ക് ഈ വല്യമ്മയുണ്ട്. നിന്റെ അമ്മയേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കും. നിന്റെ വീട് ഇനി മുതൽ മാധവ മന്ദിരോ